ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം അഫയേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൂലൈ 3 മുതൽ 7 തീയതി വരെയുള്ള കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇത് ആദ്യത്തെ പാർട്ടാണ്. അപ്പോൾ PSC, UPSC പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ചാനൽ വളരെയധികം ഉപകാരപ്പെടും. ക്ലാസ്സുകൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എടുക്കുന്നത്. ഡിഗ്രി ലെവൽ എക്സാംസിന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. നവകിരണം പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് വകുപ്പിന് കീഴിലാണ്? ഓപ്ഷൻ എ വനം വകുപ്പ്, ഓപ്ഷൻ ബി സാമൂഹിക നീതി വകുപ്പ്, ഓപ്ഷൻ സി വനിതാ ശിശു വികസന വകുപ്പ്, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. അപ്പോൾ ഇത് നവകിരണം പദ്ധതി നടപ്പിലാക്കുന്നത് വനം വകുപ്പിൻ്റെ കീഴിലാണ്. ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് നവകിരണം. ഇതുപോലുള്ള പദ്ധതികൾ PSC എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പരീക്ഷകൾക്കും ഒരു 2 ക്വസ്റ്റ്യൻ എങ്കിലും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. നവകിരണം പദ്ധതി നടപ്പിലാക്കുന്നത് വനംവകുപ്പാണ്. ആദിവാസി ഇതര കുടുംബങ്ങളെ, വനത്തിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയാണ്. കൂടുതൽ ഗുണഭോക്താക്കളുള്ളത് വയനാട് ജില്ലയിലാണ്. ഇത് ന്യൂസിൽ എപ്പോഴും ഹോട്ട് ടോപ്പിക്കായിട്ട് നിൽക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അനേർട്ട് എന്നാൽ, അതായത് ഈ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് അനേർട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് പത്രത്തിലുണ്ടായിരുന്നു. കേരളത്തിൻ്റെ റിന്യൂവബിൾ എനർജി, അതായത് പുനരുപയോഗിക്കാൻ കഴിയുന്ന എനർജി സോഴ്സിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. അനേർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ അബ്രിവേഷൻ എന്താണ്? അനേർട്ട് മീൻസ് ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി. ഇത് പഠിച്ചു വയ്ക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും. PSCക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അനേർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം പഠിക്കുക. ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി. നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം. അനേർട്ട് എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസിയാണ്. അനേർട്ടിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ്. 1986 അനേർട്ട് രൂപീകരിച്ചത്. അനേർട്ടിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പുനരുപയോഗിക്കാൻ കഴിയുന്ന എനർജി റിസോഴ്സസിനെ കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുക, എനർജി സംരക്ഷണം നടപ്പിലാക്കുക, ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക തുടങ്ങിയൊക്കെ അനേർട്ടിൻ്റെ മിഷനാണ്, അതിൻ്റെ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ അനേർട്ടിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് ഈ റിന്യൂവബിൾ എനർജി, അതായത് പുനരുപയോഗിക്കാൻ കഴിയുന്ന എനർജി, അതിനെയാണ് നമ്മൾ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. നമുക്ക് പുനരുപയോഗിക്കാൻ കഴിയുന്നതും കഴിയാത്തതുമായിട്ടുള്ള എനർജി സോഴ്സസ് ഉണ്ട്. ഇപ്പോൾ പുനരുപയോഗിക്കാൻ കഴിയുന്നതാണ് സോളാർ എനർജി, വിൻഡ് എനർജി, ജിയോ തെർമൽ എനർജി, ബയോമാസ് എനർജി, ഫ്ലോയിങ് വാട്ടർ, അതായത് ഒഴുകുന്ന വെള്ളത്തിൽ നിന്നുള്ള ഹൈഡ്രോ പവർ എനർജി. ഇതൊക്കെ നമുക്ക് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജിയാണ്. അതേസമയം റിന്യൂവബിൾ അല്ലാത്ത, അതായത് പുനരുപയോഗിക്കാൻ കഴിയാത്ത എനർജി സോഴ്സസ് ആണ് പെട്രോളിയം, കോൾ, കൽക്കരി പോലുള്ള സോഴ്സസ്. അവ ഉപയോഗിച്ച് തീർന്നാൽ നമുക്ക് വേറൊരു സോഴ്സ് ഇല്ല, അത് നമുക്ക് വീണ്ടും കിട്ടില്ല. കൽക്കരിയും പെട്രോളും ഒക്കെ ഒത്തിരി വർഷത്തെ, അതായത് കോടിക്കണക്കിന് വർഷങ്ങളുടെ പ്രോസസ്സിലൂടെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവയെ പുനരുപയോഗിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളെന്ന് പറയുന്നത്. അതേസമയം പുനരുപയോഗിക്കാൻ കഴിയുന്നതാണ് സോളാർ എനർജി, വിൻഡ് എനർജി, ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത് എർത്തിൻ്റെ അകം, അതായത് ക്രസ്റ്റിന് താഴെയായിട്ട് വളരെയധികം ചൂടാണ് അനുഭവപ്പെടുന്നത്. റേഡിയോ ആക്റ്റീവ് ഡീക്ക് കാരണം വളരെയധികം ചൂടുള്ള ഒരു കണ്ടീഷനാണ് എർത്തിൻ്റെ ഇൻറ്റീരിയർ പാർട്ടിലുള്ളത്. അപ്പോൾ ഈ ഒരു ചൂട് യൂസ് ചെയ്തിട്ട് സ്റ്റീം അല്ലെങ്കിൽ ഹോട്ടായിട്ടുള്ള വാട്ടർ, ഇവയൊക്കെ എർത്തിൻ്റെ ഇൻറ്റീരിയറിലുള്ള ഈ ചൂട് ഉപയോഗിച്ച് ഹോട്ടായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റീമിനെയൊക്കെ യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയാണ് ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. അടുത്ത ബയോമാസ്, ഒഴുകുന്ന വെള്ളത്തിൽ നിന്നുള്ള ഹൈഡ്രോ പവർ, ഇവയൊക്കെ റിന്യൂവബിൾ എനർജിയാണ്. പരീക്ഷയ്ക്ക് പുനരുപയോഗിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്നിങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം.
ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ജയിച്ചത്. അപ്പോൾ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ജയിച്ചത് ഏത് വള്ളമാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ചെറുതന പുത്തൻ ചുണ്ടനാണ് ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ജയിച്ചത്. അപ്പോൾ ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് എവിടെയാണ്, അതിൻ്റെ മറ്റു കാര്യങ്ങളിലോട്ട് നമുക്ക് പോവാം. ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ്. കുട്ടനാട്ടിലെ പമ്പാ നദിയിലാണ് ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത്. ഇതാണ് ആദ്യത്തെ വള്ളംകളി. അതായത് കേരളത്തിലെ വള്ളംകളി സീസണിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ ഒരു ചമ്പക്കുളം വള്ളംകളി തുടങ്ങുന്നതോടെയാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. ഇത് നടക്കുന്നത് മിഥുന മാസത്തിലെ മൂലം ദിവസമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇത് നടക്കുന്നത് പമ്പാ നദിയിലാണ്. ഏറ്റവും പഴക്കമുള്ള വള്ളംകളി മത്സരമാണ് ചമ്പക്കുളത്ത് നടക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 2026 സ്കൂൾ കലോത്സവം വേദി എവിടെ? ഓപ്ഷൻ എ തൃശ്ശൂർ, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി മലപ്പുറം. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, തൃശ്ശൂരിലാണ്. അപ്പോൾ തൃശ്ശൂരിലാണ് 64ാമത്തെ സ്കൂൾ കലോത്സവം നടക്കുന്നത്. ശാസ്ത്രോത്സവത്തിൻ്റെ വേദി പാലക്കാടാണ്. കായിക സ്കൂൾ മേള നടക്കുന്നത് തിരുവനന്തപുരത്താണ്. അതിനെ സ്കൂൾ ഒളിമ്പിക്സ് എന്നാണ് ഇപ്രാവശ്യം വിളിക്കുന്നത്. അപ്പോൾ 63ാമത്തെ സ്കൂൾ കലോത്സവം നടന്നത് തിരുവനന്തപുരത്താണ്. 64ാമത്തേത്, അതായത് ഈ വർഷത്തത് നടക്കാൻ പോകുന്നത് തൃശ്ശൂരിലാണ്. ശാസ്ത്രോത്സവം പാലക്കാടാണ്. കായികമേള നടക്കാൻ പോകുന്നത് തിരുവനന്തപുരത്താണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫാസിയോളെല്ല സ്മിതി എന്നത് എന്താണ്? ഓപ്ഷൻ എ ഈൽ, ഓപ്ഷൻ ബി പക്ഷി, ഓപ്ഷൻ സി ചിത്രശലഭം, ഓപ്ഷൻ ഡി സസ്യം. ഫാസിയോളെല്ല സ്മിതി എന്ന് പറയുന്നത് ഒരു ഈലാണ്. ഇത് ഈയിടയ്ക്ക് നമ്മുടെ അറബിക്കടലിൽ നിന്ന് കണ്ടെടുത്ത, അതായത് ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ച ഒരു ഈലിൻ്റെ സ്പീഷീസാണ് ഫാസിയോളെല്ല സ്മിതി എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് UPSC ആയാലും PSC ആയാലും ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക. ഇതൊരു ഡീപ്പ് വാട്ടർ ഈലാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇതിൻ്റെ ഫോട്ടോ ഇതാണ്. അതിൻ്റെ ഫോട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെൻറ്റിനെ അംഗീകരിക്കുന്ന ആദ്യത്തെ രാജ്യം? ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി പാകിസ്ഥാൻ, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി ഇറാൻ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, റഷ്യയാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണത്തിൽ വന്നതിന് ശേഷം റഷ്യയാണ് ആദ്യമായിട്ട്, അതായത് ഈ വർഷമാണ് ജൂലൈ 3-നാണെന്ന് തോന്നുന്നു, അംഗീകരിച്ചത്. അപ്പോൾ എന്താണ് താലിബാൻ ഗവൺമെൻറ് അഫ്ഗാനിസ്ഥാനിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. താലിബാൻ എന്ന് പറയുന്നത് ശരിയ നിയമം നടപ്പിലാക്കുക, സമാധാനം നടപ്പിലാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ അഫ്ഗാനിസ്ഥാനിൽ രൂപം കൊണ്ട ഒരു മിലിറ്റൻ്റ് സംഘടനയാണ് താലിബാൻ. താലിബാന് 2021 വീണ്ടും പവറിലോട്ട് വരുന്നത്. അതിനു മുന്നേ 1996 മുതൽ 2001 വരെ താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഭരണം പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ കാലം അത്രയും അവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം 2001 9/11 അറ്റാക്ക്, അതായത് വേൾഡ് ട്രേഡ് സെൻറ്ററിന് അറ്റാക്ക് കാരണം അമേരിക്ക അഫ്ഗാനിസ്ഥാനെ താലിബാൻ ഭരണം പിടിച്ചെടുക്കുകയും, അതായത് USA നാറ്റോയുടെ ഹെൽപ്പോടുകൂടെ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനായ നാറ്റോയുടെ ഹെൽപ്പോടുകൂടെ അഫ്ഗാനിസ്ഥാനിലെ ഭരണം പിടിച്ചെടുക്കുകയും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാനായിട്ട് ഓപ്പറേഷൻ എൻഡ്യൂറിങ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ആ ഒരു ലക്ഷ്യം കാണാനായിട്ട് പറ്റിയില്ല. 2021 ട്രംപിൻ്റെ ഭരണകൂടം അധികാരത്തിൽ വന്നപ്പോൾ താലിബാന് ഭരണം തിരിച്ചേൽപ്പിച്ചതിന് ശേഷം അമേരിക്ക താലിബാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2021 മുതൽ താലിബാനാണ് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത്. അതിനെക്കുറിച്ച് താലിബാന് മറ്റ് രാജ്യങ്ങളൊന്നും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ആദ്യമായിട്ട് അംഗീകരിച്ചത് റഷ്യയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. റഷ്യ ആണ് ആദ്യമായിട്ട് താലിബാനെ അംഗീകരിച്ചത്. ഇതിൻ്റെ ജനറലായിട്ടൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. PSC പരീക്ഷകൾക്ക് വലിയ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്.
അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഇതിൽ കൂടുതൽ നമ്മൾ കേരളവുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത പാർട്ടിൽ നമ്മൾ ഇന്ത്യയും വേൾഡുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.